ഹലോ എവറി വൺ. നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അല്ലെങ്കിൽ പാർട്ട് 2 ആയിട്ട് നമുക്ക് ബാക്കി ആപ്ലിക്കേഷൻസും കൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമെയിൽ സ്പാം ആൻഡ് മാൽവെയർ ഫിൽറ്ററിംഗ് ആണ്. അതായത് നമുക്കറിയാം, നമ്മളെല്ലാവരും ജിമെയിൽ അല്ലെങ്കിൽ ഇമെയിൽ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇമെയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനകത്തൊരു ഓട്ടോമാറ്റിക് ഫിൽറ്ററിങ് നടന്നിട്ടുണ്ടാകും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽസ്, നോർമൽ മെയിൽസ്, സ്പാം മെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്കതൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത രീതിയിൽ അത് ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ചെയ്യുന്നത് ഈ മെഷീൻ ലേണിംഗ് കൺസെപ്റ്റാണ്. അതായത് ജിമെയിലിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന മെഷീൻ ലേണിംഗ് അൽഗോരിതംസാണ് അതൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ജിമെയിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിലുകളൊക്കെ നമ്മുടെ ഇൻബോക്സിനകത്ത് കാണാൻ കഴിയും. അത് ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. സ്പാം ഇമെയിൽസൊക്കെ സ്പാം ബോക്സിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ഈ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ മെഷീൻ ലേണിംഗ് ആണ്. അപ്പോൾ ജിമെയിലിനകത്ത് ഒരുപാട് ടൈപ്പ് ഫിൽറ്ററിങ് യൂസ് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദം ആർ കണ്ടൻറ്റ് ഫിൽറ്റർ, ഹെഡർ ഫിൽറ്റർ, ജനറൽ ബ്ലാക്ക് ലിസ്റ്റ് ഫിൽറ്റർ, റൂൾസ് ബേസ്ഡ് ഫിൽറ്റർ, പെർമിഷൻ ഫിൽറ്റർ, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഫിൽറ്റേഴ്സ് ഓട്ടോമാറ്റിക്കലി ജിമെയിലിനകത്ത് പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ്, നോർമൽ, സ്പാമൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ചില മെഷീൻ ലേണിംഗ് അൽഗോരിതംസായ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ, ഡിസിഷൻ ട്രീ ആൻഡ് നെയ്വ് ബയസ് ക്ലാസിഫയേഴ്സ്, ഇത്തരം അൽഗോരിതംസൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഇമെയിൽ സ്പാം ഫിൽറ്ററിങ്ങും മാൽവെയർ ഡിറ്റക്ഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. ജിമെയിലിനകത്ത് അല്ലെങ്കിൽ ഇമെയിലിനകത്തൊക്കെ സ്പാമും മാൽവെയറൊക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ, ഡിസിഷൻ ട്രീ, നെയ്വ് ബയസ് ക്ലാസിഫയർ എക്സെട്ര. അത് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ടൈപ്പ് ഫിൽറ്ററിങ് ജിമെയിലിനകത്ത് ചെയ്യുന്നുണ്ട്. കണ്ടൻറ്റ് ഫിൽറ്റർ, ഹെഡർ ഫിൽറ്റർ, ജനറൽ ബ്ലാക്ക് ലിസ്റ്റ് ഫിൽറ്റർ, റൂൾസ് ബേസ്ഡ് ഫിൽറ്റർ, പെർമിഷൻ ഫിൽറ്റർ എക്സെട്ര. സോ അതിൻ്റെ ബേസിലാണ് നമുക്ക് മെയിലുകളൊക്കെ ഫിൽറ്ററായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നോർമൽ ആയിട്ടുള്ളത്, സ്പാം ആയിട്ടുള്ളതൊക്കെ വേർതിരിച്ച് കിട്ടുന്നത്. പിന്നെ വരുന്ന ആപ്ലിക്കേഷനാണ് വിർച്വൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് വിർച്വൽ പേഴ്സണൽ അസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സ, കോട്ടാന, സിറി എക്സെട്ര. ഇതിനകത്തൊക്കെ എന്താ നടക്കുന്നത്? ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു വോയിസ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇൻഫോർമേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് തരികയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നമ്മളൊരു വോയിസ് ആണ് കൊടുക്കുന്നത്. അതായത് പ്ലേ മ്യൂസിക്, നമ്മൾ ഈ ഫിലിമിൽ കണ്ടില്ലേ അലക്സ പ്ലേ മ്യൂസിക് എന്നൊക്കെ പറയുന്നത്. അതേപോലെ കോൾ സം വൺ, ഓപ്പൺ ആൻ ഇമെയിൽ, ഷെഡ്യൂൾ ആൻ അപ്പോയിൻമെൻറ്റ് എക്സെട്ര. അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചാണ് ഈ ഒരു വിർച്വൽ അസിസ്റ്റൻറ്റ് പെർഫോം ചെയ്യുന്നത്. ഈ വിർച്വൽ അസിസ്റ്റൻസിനകത്തൊക്കെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആണ് ഇമ്പോർട്ടൻ്റ് പാർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു വോയിസ് ഇൻസ്ട്രക്ഷൻസ് അവർ റെക്കോർഡ് ചെയ്യുകയും ക്ലൗഡിനകത്തുള്ള സെർവറിലേക്ക് അത് സെൻഡ് ചെയ്യുകയും ML അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് അത് ഡീകോഡ് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് ഓൺലൈൻ ഫ്രോഡ് ഡിറ്റക്ഷൻ ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ നമുക്കറിയാം അത് സേഫ് ആയിരിക്കണം, സെക്യൂർ ആയിരിക്കണം. എന്തെങ്കിലും ഫ്രോഡ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഈസിലി ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയണം എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷനകത്ത് ഇന്നത്തെ കാലത്ത് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ പല വേസിലും നടക്കാം. അപ്പോൾ ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാം, ഫേക്ക് ID യൂസ് ചെയ്തിട്ടാം, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ മിഡിൽ നമ്മളുടെ എമൗണ്ട് സ്റ്റീൽ ചെയ്തിട്ടാവും. അങ്ങനെ പല രീതിയിലും ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ജെനുവിൻ ട്രാൻസാക്ഷൻ ആണോ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുകയും ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ അവർ മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓരോ ജെനുവിൻ ട്രാൻസാക്ഷനകത്തും ഒരു ഔട്ട്പുട്ട് വരും. അതൊരു ഹാഷ് വാല്യൂ ആയിരിക്കും. ആ ഹാഷ് വാല്യൂ നെക്സ്റ്റ് ടൈം ട്രാൻസാക്ഷൻ്റെ അല്ലെങ്കിൽ നെക്സ്റ്റ് റൗണ്ടിൽ എത്തുമ്പോൾ അത് അതിൻ്റെ ഇൻപുട്ടായിട്ട് പാസ് ചെയ്യും. അങ്ങനെയാണ് ഓരോ പ്രാവശ്യവും ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജെനുവിൻ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരു സ്പെസിഫിക് പാറ്റേൺ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നെക്സ്റ്റ് ടൈം ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ആ പാറ്റേൺ ചേഞ്ച് ആവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിലി എന്ത് ചെയ്യാം, പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മളുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് കൂടുതൽ സെക്യൂർഡ് ആക്കാനും കഴിയും. പിന്നെ വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആണ്. അടുത്ത ആപ്ലിക്കേഷനാണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് നമുക്കറിയാം ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു
കൺസെപ്റ്റാണ്. ഇതിൻ്റെ അകത്തുള്ള വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയൊരു റിസ്ക് വരുന്നത് എന്താ വെച്ചാൽ, ഇതിനകത്ത് വരുന്ന അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഇപ്പോൾ ഷെയറിൻ്റെ കേസിൽ വരുന്ന അപ്സും ഡൗൺസും. അപ്പോൾ ഒരിക്കലും നമുക്ക് ആസ് എ ഹ്യൂമൺ അത് പലപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ അവിടെ നമ്മൾ ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോങ് ഷോർട്ട് ടേം മെമ്മറി ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ആ പ്രെഡിക്റ്റ് ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് അപ്സ് ഡൗൺസൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് മെഡിക്കൽ ഡയഗ്നോസിസ് ആണ്. മെഡിക്കൽ സയൻസിനകത്തും മെഷീൻ ലേണിംഗ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കൺസെപ്റ്റാണ്. ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമുക്ക് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യാൻ കഴിയും. മാത്രമല്ല മെഡിക്കൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് 3D മോഡൽസ് ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ബ്രെയിനകത്തൊക്കെ ഉള്ള ലെഷൻസിൻ്റെ എക്സാക്റ്റ് പൊസിഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് യൂസ്ഫുള്ളായിട്ട് മെഡിക്കൽ ഡയഗ്നോസിസിൽ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിലും മെഷീൻ ലേണിംഗ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ അങ്ങനത്തെ ബ്രെയിൻ റിലേറ്റഡ് ആയ ഡിസീസസ് ഒക്കെ ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇത്തരം മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് കഴിയുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഓട്ടോമാറ്റിക് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ. നമ്മളിപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഏതോ ഒരു രാജ്യത്തേക്ക് പുതിയൊരു പ്ലേസിലേക്ക് നമുക്ക് ലാംഗ്വേജ് അറിയാത്തൊരു പ്ലേസിലേക്ക് പോവുകയാണെങ്കിലും ഇന്നത്തെ കാലത്ത് അതൊരു പ്രശ്നമല്ല. നമുക്ക് ഈ മെഷീൻ ലേണിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടി ഈസി ആയിട്ട് ആ ടെക്സ്റ്റ് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ നോൺ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗൂഗിളിൻ്റെ GNMT ഗൂഗിൾ ന്യൂറൽ മെഷീൻ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിനകത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ ടെക്സ്റ്റിനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ്റെ പിന്നിൽ സീക്വൻസ് ടു സീക്വൻസ് ലേണിംഗ് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇമേജ് റെക്കഗ്നിഷനും അതേപോലെ ഇത്തരം അൽഗോരിതംസൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മളുടെ മെഷീൻ ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഇമേജ് റെക്കഗ്നിഷനാണ്. ഇപ്പോൾ ഫേസ്ബുക്കിനകത്തൊക്കെ ഉള്ള ഡീപ്പ് ഫേസ് എന്നുള്ള കൺസെപ്റ്റൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞു. പിന്നെ സ്പീച്ച് റെക്കഗ്നിഷനാണ്, സെർച്ച് ബൈ വോയിസ് ആണത്. നമുക്ക് എന്ത് കാര്യവും വോയിസ് വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ കഴിയും. അത് അവർ സെറ്റ് ചെയ്തിട്ട് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തരും. പിന്നെ ട്രാഫിക് പ്രഡിക്ഷൻ, അതായത് ഗൂഗിൾ മാപ്പിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, മെഷീൻ ലേണിംഗ് തന്നെയാണ്. പിന്നെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ, നമ്മൾ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലൊക്കെ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ കേസ് വരുമ്പോൾ ഫിലിംസ് സീരീസൊക്കെ ആയിരിക്കും, ആമസോണിൻ്റെ കേസ് വരുമ്പോൾ പ്രൊഡക്ട്സ് ആയിരിക്കും. നമ്മളൊരു പ്രാവശ്യം ഒന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് മൈൻഡ് തിരിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ മുന്നിൽ മൊത്തം ആ പ്രൊഡക്ട്സ് ആയിരിക്കും. പിന്നെ വരുന്നത് സെൽഫ് ഡ്രൈവിംഗ് കാർസാണ്. ടെസ്ലൻ്റെയൊക്കെ ഒരുപാട് സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ ഇമെയിൽ സ്പാം മാൽവെയർ ഫിൽറ്ററിംഗ് ആണ്. ജിമെയിലിനകത്തൊക്കെ ഒരുപാട് ഫിൽറ്റർ മെക്കാനിസംസ് മെഷീൻ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത മെയിൽസാണ് വരിക. പിന്നെ വെർച്വൽ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. അലക്സ, കോർട്ടാന, സിറി എന്നൊക്കെ പോലെയുള്ള ഒരുപാട് അസിസ്റ്റൻറ്റുകളുണ്ട്. നമ്മുടെ വോയിസ് വെച്ചിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള റെസ്പോൺസാണ് തരിക. പിന്നെ ഓൺലൈൻ ഫ്രോഡ് ഡിറ്റക്ഷൻ ഉണ്ട്. ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും ഫ്രോഡ് അതിനകത്ത് വരികയാണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനാണത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൻ്റെ കേസ്, അതിനകത്ത് അപ്സും ഡൗൺസും ഒക്കെ വരുന്നത് മുൻകൂട്ടിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മെഷീൻ ലേണിംഗ് ഹെൽപ്പ് ചെയ്യും. പിന്നെ മെഡിക്കൽ ഡയഗ്നോസിസ് രംഗത്തും അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് രംഗത്തും ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് മെഷീൻ ലേണിങ്ങിനുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ലാംഗ്വേജ് ട്രാൻസ്ലേഷനാണ്. അതായത് നമുക്കറിയാത്തൊരു ലാംഗ്വേജ് ആണെങ്കിലും അത് ഈസിലി നമുക്ക് ഫെമിലിയറായ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഇത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് മെഷീൻ ലേണിംഗ് ഉള്ളത്. എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.